എടിയ മുടി ഇത്തിരി ഇങ്ങോട്ട് ശരിയായിക്കോട്ടെ. ബാഗ് നേരെയിട്. ശ്രീകുമാറിന്റെ അടുക്കളപ്പണിയൊക്കെ ഒതുങ്ങി കാണുമല്ലേ? എവിടെ എന്റെ ട്രീസേ, ഇനി കിടക്കല്ലേ പണി. അരി ഉഴുന്നും വെള്ളത്തിലിട്ടേച്ച് അങ്ങോട്ട് പോകുന്നത്. ചെന്നിട്ട് വേണം ഇനി അത് ആട്ടാൻ. 2 ദിവസം തുണി അലക്കാനുള്ളത് വേറെ കിടക്കണു. ഇതൊക്കെ കഴിഞ്ഞിട്ട് 12:30 ആകുമ്പോഴത്തേക്കും സുജയ്ക്ക് ചോറുമായിട്ട് ബാങ്കിലെത്തണ്ടേ? അല്ല, സുജയ്ക്ക് ചോറും കൊണ്ടുപോയാലെന്താ? നല്ല കഥയായി. ഇത് തന്നെ വെളുപ്പിന് 5:30 മണിക്ക് എണീറ്റിട്ടാ ഞാൻ ഇത്രയെങ്കിലും ഒപ്പിക്കണത്. കാലാവണ്ടേ പ്രിയേ. ആ ജീപ്പ് വന്നു, വാ. ദിവ്യ മുന്നോട്ടിരുന്നു. പിടിച്ചിരുന്നോളേ. നേരം പോയി, പോട്ടെ. ശ്രീകുമാറിന്റെ ഒരു കാര്യം. എന്താ ശ്രീകുമാർ ഇത്ര ധൃതി? ഏയ്, ആ മീൻകാരൻ വരാറായേ. മണക്കാൻ എന്തെങ്കിലും ഇല്ലെങ്കിൽ സുജയ്ക്ക് പറ്റിറങ്ങില്ല. ശ്രീകുമാറിനെ സമ്മതിക്കണം. നിങ്ങൾ ഈ പണിയൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്? അതിന് ഞങ്ങള് വീട്ടമ്മമാരായി പോയില്ലേ? അതിന് ഞാനൊരു വീട്ടച്ഛനായി പോയില്ലേ? അയ്യേ, ഇത് മൊത്തം ചീഞ്ഞ മീനാണെന്ന് തോന്നുന്നു. ഒന്ന് നോക്കിയെടുക്ക എന്റെ മനുഷ്യ. ഇത് കൊള്ളാം, കാണാൻ കൊള്ളാം. എന്റെ കുറുപ്പേട്ട മീൻ നോക്കി മേടിക്കാൻ പോലും അറിയില്ല. ചേച്ചി പിടിച്ചേ. ഇതുകൊണ്ടാണ് ആദ്യം എന്താ ചെകിള പൊളിച്ചിങ്ങനെ നോക്കണം. എന്നെയല്ല ഇങ്ങോട്ട് നോക്ക്. അതൊക്കെ നോക്കി പഠിക്കെന്റെ മനുഷ്യ. നോക്കി എന്നിട്ടെന്താ മീൻകാരനോട് ചോദിക്കണം, ചേട്ടാ ഈ മീൻ നല്ലതാണോ എന്ന് ചോദിക്കണം. അപ്പൊ പുള്ളി പറയും നല്ലതാണെന്ന് പറയും. അപ്പൊ പിന്നെ കണ്ണും പൂട്ടി സാധനം മേടിച്ചോണ്ട് വീട്ടിലേക്ക് പോകണം. എന്നാ പിന്നെ ആദ്യം അയാളോട് ചോദിച്ചാ പോയി. ഞാൻ എന്താ പറഞ്ഞത് മനസ്സിലായിട്ടില്ല കുറുപ്പേട്ടന്. ചേച്ചി, നമ്മൾ ഈ ചെകിളയൊക്കെ പൊളിച്ച് മീൻകാരനോട് ചോദിക്കുമ്പോ അയാൾ വിചാരിക്കും നമുക്കെന്തോ വലിയ തേങ്ങ അറിയാന്ന്. അപ്പൊ അയാള് സത്യവും പറയും, നല്ല മീനും കിട്ടും. അത് ശരിയാ. പക്ഷെ എന്റെ നായർക്ക് തീരെ ബുദ്ധി കുറവാ ശ്രീകുമാറെ. നിന്റെ അമ്മയുടെ നായർക്കാ ബുദ്ധി കുറവ്. ആ ചേച്ചി, ഇതാ ഇതിന്നൊരു 2 എണ്ണം എടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് വരിഞ്ഞിട്ട് ഇഞ്ചിയും പച്ചമുളകും നല്ല മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് ഒരു 3-4 മാങ്ങാത്തോളും കൂടി ഇട്ട് അരച്ചൊരു വെപ്പ് വെച്ചാണ്ടല്ലോ. ദേ കുറുപ്പേട്ട നിലത്തേക്കില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ മനുഷ്യൻ നിലത്തല്ല നിൽക്കുന്നത്. അത് സാധനം അടിച്ചിട്ടല്ലേ. അപ്പൊ മൊയ്തീനെ അയില 4 സ്ഥിരം പറ്റ്. ആയിക്കോട്ടെ. പോട്ടെ കുറുപ്പേട്ട. പറയുന്ന കേട്ടിട്ട് കൊതിയായിട്ട് വയ്യ. എന്ത്? ദേ അങ്ങോട്ടൊന്ന് നോക്കിയേ. പെണ്ണുങ്ങള് ചെയ്യേണ്ട വീട്ടു ജോലിയൊക്കെ ചെയ്ത് അവരുടെ നടത്ത പോലും പെണ്ണുങ്ങളെ പോലെ ആയിപ്പോയി. നോക്കണേ, നോക്ക്, പെണ്ണുങ്ങളെ പോലെ അല്ലേ? അസൂയ, മൂത്ത അസൂയ. ആ വിരിഞ്ഞുള്ള നടപ്പൊന്ന് നോക്കി. ആരും ഒന്ന് നോക്കി പോവും. വീട്ടിൽ പോടി, ഞാൻ മീൻ മാച്ചോണ്ട് വന്നോളാം. അയ്യോ പണ്ടാറടങ്ങാൻ, ഇത് ചീഞ്ഞാന്ന് തോന്നുന്നു. ഈ മീൻ മേടിക്കുമ്പോ നല്ലതാണോ ചീഞ്ഞതാണോ എന്നറിയാൻ എന്താ ഒരു മാർഗം? അയ്യോ, ഇവിടെ മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നോ? ഞാൻ മുമ്പിൽ കിടന്ന് വിളിക്കായിരുന്നു, ആര് കേൾക്കാൻ? അതെ, സുജ ഇല്ലാത്തപ്പോ നിന്റെ ഇങ്ങോട്ടുള്ള വരവ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളല്ലേ. സുജ ഉള്ളപ്പോ വരുന്നതേ എനിക്കും ഇഷ്ടല്ല.